എൻ്റെ പേര് രേഷ്മ. ഞാൻ ഓസ്ട്രേലിയയിലെ ഇപ്സ്വിച്ച് എന്ന സ്ഥലത്തെ ആവേ മരിയ എന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം ഓൺലൈൻ ഉടമ്പടിയിലൂടെയാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി 7, 2023 എൻ്റെ ഓൺലൈൻ ഉടമ്പടിയിലൂടെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിലെനിക്ക് കിട്ടിയ ഒരു ജോലിയായിരുന്നു ക്ലിനിക്കൽ നഴ്സ് ഓസ്ട്രേലിയയിൽ. ആ ജോലിയിൽ ഒരു മാറ്റം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ് എനിക്ക് അതിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ തന്നു. ആ ജോലിയിൽ നിന്ന് നഴ്സ് യൂണിറ്റ് മാനേജറായിട്ടും ക്ലിനിക്കൽ ഫെസിലിറ്റേറ്റർ എന്ന ജോലിയിലേക്കും ഒരു ആ ഡ്യൂട്ടി മറ്റുള്ളവർ ലീവിന് പോകുമ്പോൾ ആ ഡ്യൂട്ടി കവർ ചെയ്യാനുള്ള അവസരം എനിക്ക് ഇൻ്റർവ്യൂ ഇല്ലാതെ ലഭിച്ചു. അതിന് മാതാവിന് ഞാൻ നന്ദി പറയുന്നു. അത് ഉടമ്പടിയിലൂടെയാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ യൂണിറ്റ് മാനേജറായിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ ഓസ്ട്രേലിയയിലെ ഒരു വ്യക്തിയുമായിട്ട് എനിക്കൊരു വലിയൊരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ ഉണ്ടായി. ആ വ്യക്തി ഓസ്ട്രേലിയൻ ആയിരുന്നു. അവരൊരു ഇംഗ്ലീഷുകാരിയാണ്. നമ്മളുടെ ഒരു സാഹചര്യം അനുസരിച്ച് അവരെ എതിർത്ത് നിൽക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ആ ഡ്യൂട്ടിയിൽ ലീവിന് പോയ എൻ്റെ അമ്മനെ നമ്മൾ കവർ ചെയ്യുന്നതുകൊണ്ടും നമ്മൾക്ക് ആ സാഹചര്യം കുറവായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട് ഇംഗ്ലീഷുകാരുടെ ഭാഗത്തുനിന്ന്. എനിക്കാണെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. മലയാളികൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അന്ന് സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവർ വളരെ ഒരു പ്രത്യേക ഒരു പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തിയായിരുന്നു. എല്ലാവരെയും ബുള്ളി ചെയ്യും, സ്റ്റാഫിനെ ഹരാസ് ചെയ്യും. സ്റ്റാഫിന് ആ ജോലിക്ക് വരണമെന്ന് തന്നെയില്ല, അവിടെ ഡ്യൂട്ടിക്ക് വരാൻ അവർക്ക് താല്പര്യമില്ലാതായിപ്പോയി. ഞങ്ങളുടെ വാർഡിൽ 2 കൊല്ലമായിട്ട് ഞങ്ങൾ ഈ വ്യക്തിയെ സഹിച്ചുകൊണ്ട് ആ വാർഡിൽ ജീവിക്കുമായിരുന്നു. എല്ലാവരും ഡ്യൂട്ടി എടുക്കുന്നു, വീട്ടിൽ പോകുന്നു, കരയുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ. അങ്ങനെ ആയപ്പോൾ ആ സമയത്ത് ഞാൻ മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിച്ചു. ഈ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2 പേര് ഈ വ്യക്തിക്കെതിരെ കംപ്ലയിൻറ്റ് എഴുതി തരാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ കൂടെ ഞാൻ ആ കംപ്ലയിൻറ്റ് ഡയറക്ടർ ഓഫ് നഴ്സിങ്ങിന് എസ്കലേറ്റ് ചെയ്യുകയും ആ വ്യക്തിക്കെതിരെ അവർ ആക്ഷൻ എടുക്കുകയും ആ വ്യക്തിയെ മീറ്റിങ്ങിൽ വിളിക്കുകയും ചെയ്തു. എനിക്കും അവരായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ ഉപ്പ് ആ റൂമിൽ മൊത്തം വെതറി ആ വ്യക്തിയെ ഞാൻ മീറ്റിങ്ങിന് വിളിച്ചു. കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അവർക്ക് മനസ്സിലായി അവരുടെ സ്വഭാവത്തിനുള്ള വ്യത്യാസങ്ങൾ, സ്റ്റാഫിന് അതിന് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അവരെ ബോധ്യപ്പെടുത്താൻ ഈശോയുടെയും മാതാവിൻ്റെയും സഹായത്തോടെ എനിക്ക് സാധിച്ചു. മാതാവിനും ഈശോയ്ക്കും ഞാൻ ഈ കാര്യത്തിൽ നന്ദി പറയുന്നു. ഇപ്പോൾ അവരുടെ സ്വഭാവത്തിൽ വലിയൊരു വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭംഗിയായിട്ട് അവിടെ ജോലി എടുക്കാനും ഒരു പ്രശ്നങ്ങളും ഇല്ല. അവർ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നു. അവരെല്ലാവരോടും മാപ്പ് ചോദിക്കുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. മാതാവിന് ഈ കാര്യത്തിൽ നന്ദി പറയുന്നു. എൻ്റെ കഴിഞ്ഞ ഉടമ്പടിയിൽ ഞാൻ വെച്ച ഒരു കാര്യമാണ് ഞങ്ങൾക്കൊരു വീട് വേണമെന്ന്. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ റെൻ്റൽ വീട്ടിലാണ് താമസിക്കുന്നത്. മാതാവ് ഞങ്ങൾക്ക് 2 നിലയായിട്ടുള്ള ഒരു വീടും അതിനുള്ളിലുള്ള എല്ലാ ഫർണിച്ചേഴ്സും എല്ലാ കണ്ടൻസും മാതാവ് തന്നെ മുൻപ് നിന്നാണ് ഞങ്ങൾക്ക് ഓർഗനൈസ് ചെയ്ത് തന്നത്. ഓസ്ട്രേലിയയിൽ ഓരോ കാര്യങ്ങളും ചെയ്യാനും വളരെ പാടാണ് ആളുകളെ കിട്ടാനൊക്കെ. പക്ഷെ മാതാവ് തന്നെ മുൻകൈ എടുത്ത് എല്ലാം ഓർഗനൈസ് ചെയ്ത് വളരെ തുച്ഛമായ ചിലവിൽ തന്നെ ഞങ്ങൾക്ക് ആ വീടിൻ്റെ പണി പൂർത്തിയാക്കി തന്നു. ഹോം ഓഫ് ഗ്രേസ് എന്നാണ് ഞങ്ങൾ വീടിന് പേര് നൽകിയിരിക്കുന്ന. മാതാവിനും ഈശോയ്ക്കുള്ള നന്ദി സൂചകമായിട്ട്. രണ്ടാമതായിട്ട് ഞങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന കാറ്, അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുകയും കാറ് ലീക്കാവുകയും ചെയ്തു. ഞങ്ങൾക്കത് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം കാർ 5 കൊല്ലമായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിട്ടേ ഉള്ളൂ. ഞാൻ മാതാവിന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. മാതാവേ, ഞങ്ങൾക്ക് വേറൊരു കാറ് വേണം, ഞങ്ങൾക്ക് പൈസയില്ലാന്ന്. പക്ഷേ മാതാവ് തരുമ്പോൾ ദ ബെസ്റ്റ് നമുക്ക് തരുമല്ലോ. അപ്പം മാതാവ് ഞങ്ങൾക്ക് തന്നത് ഒരു മെഴ്സിഡീസ് ബെൻസ് എന്നുള്ള കാറാണ്. ഞങ്ങൾക്കത് കിട്ടാനായിട്ട് ഒരു യോഗ്യതയുമില്ല. സിൽവർ ഗ്രേ കളറാണ് ആ കാറിൻ്റെ. ഞങ്ങൾ ആ കാറിന് അവർ ലേഡി എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതും മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ച ഒരു അനുഗ്രഹമാണ്. പിന്നെ ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നാം. ഞങ്ങൾക്കൊരു പട്ടിയുണ്ട്. ആ പട്ടിയെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഞങ്ങളെപ്പോഴും പട്ടീനെ പിന്നാലെ നടക്കുകയും പട്ടീനെ എപ്പോഴും നമ്മൾ ഭയങ്കര അറ്റൻഷൻ സീക്കിംഗ് ആണ്. ഞങ്ങൾ മടുത്തു ആ പട്ടിയെ കൊണ്ട്. 2 പിള്ളേരും പട്ടീനെ ഞങ്ങൾ മേടിക്കണമെന്ന് മേടിച്ചതല്ല. പിള്ളേർ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് അവരെ ഡിസ്ട്രാക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ മേടിച്ചതാണ്. പക്ഷേ ഈ പട്ടീനെ വീട്ടിൽ കൊണ്ടുവന്ന് ഹസ്ബൻഡ് പറഞ്ഞു നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല, ഇവന് എപ്പോഴും നമ്മൾ അറ്റൻഷൻ കൊടുക്കണം, നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ബാർക്കിംഗ് ആണ്, നമുക്ക് വിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കും സങ്കടമായി. അവനൊരു ഫാമിലി മെമ്പറാണ്, നമ്മൾക്ക് അവനെ വിൽക്കാനായിട്ട് തോന്നുന്നുമില്ല. അപ്പോൾ ഞാനത് നമുക്ക് മാതാവുണ്ടല്ലോ, മാതാവിൻ്റെ സന്നിധിയിൽ ഞാൻ ആ കാര്യം സമർപ്പിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ.
ഞാനത് സമർപ്പിച്ചു, പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് ഞങ്ങൾക്ക് വേറൊരു ഡോഗിനെ, അതാണ് മാതാവിൻ്റെ സൊല്യൂഷനായിട്ട് എനിക്ക് കിട്ടിയത്, വേറൊരു ഡോഗിനെ മേടിക്കാനായിട്ട് ഞങ്ങൾക്കൊരു അവസരം ഉണ്ടായി. ഞങ്ങൾക്ക് വലിയ പൈസയൊന്നും കൊടുക്കേണ്ടി വന്നില്ല. ആ ഡോഗ് വന്ന് രണ്ടുപേരും ഒരുമിച്ച് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് അവന് ഒരു അറ്റൻഷനും നമ്മൾ കൊടുക്കണ്ട, അവർ രണ്ടുപേരും കൂട്ടായിട്ട് നടക്കുന്നു. ഈ ഡോഗ് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ മുമ്പ് പരിചയമുള്ള പോലെയാണ് അവൻ ഞങ്ങളോട് പെരുമാറുന്നത്, പറഞ്ഞതെല്ലാം അനുസരിക്കുകയും ഞങ്ങളോട് കൂട്ടായിട്ട്, ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ ആയ ഒരു ഡോഗ് പോലെ. അതാണ് പറയുന്നത്, മാതാവ് തരുമ്പോൾ ദ ബെസ്റ്റാണ് നമുക്ക് തരുന്നത്. അപ്പം ഞങ്ങൾക്കത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെ ലഭിച്ച ഒരു അനുഗ്രഹമാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ലഭിച്ച അനുഗ്രഹങ്ങൾ, ഹസ്ബൻഡ് കൂടെ ഉടമ്പടി എടുത്തതാണ്. ഹസ്ബൻഡിന് ഒരു ജോബ് ഇൻ്റർവ്യൂ 2-3 തവണ ഹസ്ബൻഡ് ജോബ് ഇൻ്റർവ്യൂവിൽ ഫെയിലായി. പുള്ളിക്ക് ഇൻ്റർവ്യൂവിൽ ഇംഗ്ലീഷിൽ കുറച്ച് പ്രാവീണ്യം കുറവായതുകൊണ്ട് പുള്ളിക്ക് ഇൻ്റർവ്യൂസ് പാടാണ്. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് ഒരു ജോലി കിട്ടണം എന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, എൻ്റെ ഹസ്ബൻഡിന് ഒരു ഇൻ്റർവ്യൂ ഇല്ലാണ്ട് ഒരു ജോലി ആയിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പമായിരുന്നു, കാരണം പുള്ളിക്ക് ഇൻ്റർവ്യൂ ഒന്നും പാസ്സാകുന്നില്ല. അപ്പോൾ മാതാവ് തന്നെ അതിനൊരു അവസരം ഒരുക്കുകയും പുള്ളിക്ക് ആദ്യം കാഷ്വലായിട്ട് ടെമ്പററി ആയിട്ട് ഒരു ജോലിയിലേക്ക് മാതാവ് വളരെ വ്യക്തമായിട്ട് പുള്ളീനെ കയറ്റുകയും ആ പൊസിഷനിൽ തന്നെ പെർമനൻ്റ് ആക്കുകയും ചെയ്തു. അത് ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡിന് ആ ജോലി കിട്ടിയത്. പിന്നെ ഞങ്ങൾക്ക് 1-2 സ്ഥലത്ത് വീടുകളുണ്ടായിരുന്നു, അത് വിറ്റ് പോകാനുള്ള പ്രയാസമായിരുന്നു. ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ രണ്ട് വീടുകളും വിറ്റുപോയി. എല്ലാം ഇപ്പോൾ ഭംഗിയായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങൾ 2019 തൊട്ട് തന്നെ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. എല്ലാ ദിവസവും ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കുകയും ചെയ്യും. ഞങ്ങൾ ഇപ്സ്വിച്ച് എന്ന സ്ഥലത്ത് ആവേ മരിയ ചർച്ചിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ദിവ്യകാരുണ്യ പ്രദർശനം എന്നുള്ള ഹസ്ബൻഡിന് കൂടാനായിട്ട് ഒരവസരം ലഭിച്ചു. 10,000-3000 ആളുകൾ ഇപ്സ്വിച്ചിൽ താമസിക്കുന്നുണ്ട്. അതിൽ 12 പേരാണ് അതൊരു വാഹനത്തിലാണ് പ്രദർശനം പോയത്. അതിലൊരാളായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ആ പള്ളിയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുകയും ഞങ്ങളുടെ ഹസ്ബൻഡ് അതിൽ പങ്കെടുക്കുകയും ചെയ്തു. അതുപോലെ ആവേ മരിയയുടെ നഴ്സസ് മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ മരിയം വാലി എന്നൊരു ഓസ്ട്രേലിയയിലെ ഒരു സ്ഥലമാണ്. ഇവിടെ ഒക്ടോബറിൽ കൊന്തറാലി നടത്തുന്ന സമയത്ത് ഞങ്ങൾ അവിടെ കൊന്തറാലി നടത്താനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഇവിടെ കൊന്തറാലിക്ക് വരാനായിട്ട് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ കൊന്തറാലി ഇവിടെ നിന്ന് ഞങ്ങൾ അർത്തുങ്കൽ വരെ ഞങ്ങൾ ഫാമിലിയായിട്ട് 3 മണിക്കൂർ കൊന്തറാലി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു. ഞങ്ങൾ ബൈബിൾ വായന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും 2 പ്രാവശ്യം, ഞാനും ഹസ്ബൻഡും എൻ്റെ കൊച്ചും 2 പ്രാവശ്യം ബൈബിൾ വായിച്ച് ഇപ്പോൾ പൂർത്തിയാക്കി. ഞങ്ങൾ എല്ലാവരും 3-ാമത്തെ പ്രാവശ്യമാണ് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, ഞങ്ങൾ നേർച്ച വസ്തുക്കൾ എല്ലാ ദിവസവും ഉപയോഗിക്കും. അതുപോലെ ഉടമ്പടി തൈലം കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലും എല്ലാ ദിവസവും. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മക്കൾക്ക് ഇപ്പോൾ അധികം പ്രശ്നങ്ങളില്ല. അല്ലെങ്കിൽ എല്ലാ ആഴ്ചകളിലും ഇവരെ ഹോസ്പിറ്റലിലേക്ക് കയറ്റും, പനി അങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നു. എല്ലാവരും ഈശോയുടെ നല്ല മക്കളായിട്ട് ജീവിക്കുന്നു. അതുപോലെ ഒരു വചനം പറയാനായിട്ട് ഞാൻ മറന്നുപോയി. എൻ്റെ ഇംഗ്ലീഷുകാരിയായിട്ടുള്ള പ്രശ്നത്തിൽ ഞാൻ എപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എൻ്റെ ഭർത്താവിലൂടെ എനിക്ക് ഒരു പ്രത്യേക ഒരു സപ്പോർട്ട് തന്നു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിരുന്നു, നമ്മൾ നീതിക്ക് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത്, നിൻ്റെ ജോലി പോയാലും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നത് ആ വാർഡിലെ എല്ലാ സ്റ്റാഫുമാരെയും നീ സപ്പോർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് ബൈബിൾ തുറന്നുമ്പോൾ കിട്ടിയ വചനമാണ്, എനിക്കെതിരെ വരുന്ന ശത്രുക്കളെ അങ്കുലീയ ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ എന്ന വചനമാണ്. ഈ വചനം ഞാൻ എല്ലാ ദിവസവും ഉരുവിടുമായിരുന്നു ഞാൻ ആ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത്. പിന്നെ ഞങ്ങൾക്ക് മാതാവിൻ്റെ പ്രസൻസ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് സുഗന്ധാഭിഷേകം എനിക്കും എൻ്റെ ഹസ്ബൻഡിനും, പിന്നെ അമലോത്ഭ മാതാവിൻ്റെ രൂപം ഞങ്ങളുടെ തിരിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. എനിക്ക് കൂടുതലും അഭിഷേകം ഉണ്ടായിട്ടുള്ളത് ഉടമ്പടി ധ്യാനം കൂടുമ്പോഴാണ്. ഉടമ്പടി ധ്യാനം ഞങ്ങൾ മുടക്കാറില്ല, ഒറ്റ ധ്യാനം പോലും ഇതുവരെ മുടക്കിയിട്ടില്ല. സാക്ഷ്യങ്ങളെല്ലാം ഞങ്ങൾ കൂടാറുണ്ട്, ജപമാലകൾ കൂടുതൽ ചെല്ലാറുണ്ട്. അമ്മയ്ക്കും തിരുകുമാരനും ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ